ആ ചേട്ടൻ ബണ്ടിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്തായാലും അക്കൗണ്ടിൽ ഒന്ന് കേറി നോക്കട്ടെ. എന്നാലും ഇന്നത്തെ ദിവസം നല്ലൊരു ലക്കിലെ ദിവസാ. വെറുതെ അല്ലേ ആ ചേട്ടൻ എനിക്ക് ആ ഒരു ബണ്ടിൽ എടുത്തു തരാന്ന് പറഞ്ഞത്. ഇതെന്ത് ഡയമണ്ട് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ ബണ്ടിലും അതേപോലെ തന്നെയാണല്ലോ ഉള്ളത്. എന്നാ പിന്നെ ചേട്ടൻ ബണ്ടിൽ എടുക്കാൻ പോവായിരിക്കും. അപ്പോഴായിരിക്കും ഞാൻ കയറിയത്. ശരിയാ, ഇതില് ഓണോടൊന്നും കാണിക്കുന്നില്ലല്ലോ. ചേട്ടൻ കറക്കിട്ടില്ലെന്നാ തോന്നുന്നേ. എന്തായാലും ഇപ്പൊ കയറുമായിരിക്കും അക്കൗണ്ടിൽ. ആ ഒരു രജിസ്റ്റാറിന്റെ മുടിയൊക്കെ ഇട്ട് കളിക്കുമ്പോ പൊളിയായിരിക്കും. അതൊന്ന് കിട്ടിയിട്ട് വേണം പെട്ടെന്ന് CS പോകാൻ വേണ്ടിട്ട്. ഇതെന്താ മെയിൽ വരുന്നേ? അയ്യോ ചതിച്ചോ? എന്റെ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒക്കെ അവൻ മാറ്റി. അയ്യോ എന്റെ അക്കൗണ്ട് അവൻ വലിച്ചല്ലോ. എന്റെ ഐഡിയും പാസ്വേഡ് എല്ലാം അവൻ ചേഞ്ച് ആക്കി. ഞാൻ എത്ര കഷ്ടപ്പെട്ടെടുത്ത എന്റെ അക്കൗണ്ട്. അയ്യോ എന്റെ അക്കൗണ്ട് പോയല്ലോ. എന്റെ അമ്മ, അങ്ങനെ അവസാനം എന്റെ അക്കൗണ്ട് എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തിയല്ലോ. ഇന്നത്തെ കാലത്തൊന്നും ഒറ്റൊരുത്തനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവനൊക്കെ എന്തൊരു ചതിയാണ്. എനിക്ക് അവൻ ആ പർപ്പിൾ ഷെയ്ഡ് ബണ്ടിലൊക്കെ എടുത്തു തരാന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ അക്കൗണ്ട് ഐഡിയും പാസ്വേഡ് ഞാൻ കൊടുത്തത്. എന്നിട്ടല്ലേ അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചേ. എന്തായാലും എന്റെ അക്കൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. എനിക്കാണ് പിന്നെ ഈ അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡും ചേഞ്ച് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. അതാ പറ്റിപ്പോയത്. അവസാനം എന്റെ നാട്ടിലൊരു ചേട്ടനാ എനിക്ക് ഈ അക്കൗണ്ട് തിരിച്ചെടുത്തു തന്നത്. ആ ചേട്ടനാണെങ്കിൽ എന്നോട് പറഞ്ഞത് ഐഡിയും പാസ്വേഡ് മാത്രമേ ചേഞ്ച് ആക്കിയുള്ളൂ, അക്കൗണ്ട് ബൈൻഡ് ചെയ്തില്ലെന്നാ. അത് ചെയ്തായിരുന്നെങ്കിൽ അവന് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ലായിരുന്നെന്നാ ചേട്ടൻ പറഞ്ഞേ. എന്നിട്ട് അവസാനം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും എന്തോ പറയണ, ഭാഗ്യമുള്ളതുകൊണ്ടാ അക്കൗണ്ട് തിരിച്ചിട്ടേ തന്നെ. ഇനി ഒരുത്തരും പോലും ഞാൻ എന്റെ അക്കൗണ്ട് കളിക്കാൻ പോലും കൊടുക്കത്തില്ല. പറയുന്ന പോലെ എററിന്റെ ടീമെന്നല്ലേ ഞാൻ അവനെ കണ്ടുമുട്ടിയത്. ശരിയാ. ഇനി അത് എററിന്റെ ഫ്രണ്ട് എങ്ങാനും ആയിരിക്കോ? പറയുന്ന പോലെ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ എററിനെ കണ്ടിട്ടുമില്ല. എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് എററിനെ കാണണം. എന്റെ മോനെ എടളിയാ, ഇതില് യെല്ലോ ക്രിമിനൽ ഉണ്ടോടാ? ആടടിയാ, യെല്ലോ ക്രിമിനൽ ഒക്കെ ഉണ്ടോടാ? ഞാൻ പിന്നെ ഇടാഞ്ഞിട്ടല്ലേ. ഓ വിഷയാണല്ലോടാ. എന്റെ ഫേവറേറ്റ് ക്രിമിനൽ വണ്ടില്ല യെല്ലോ ക്രിമിനൽ. ആട്ടെ എടളിയാ, ഞാൻ ചോദിക്കാൻ നിക്കുവായിരുന്നു. നീ 2 ദിവസമായിട്ട് ഗെയിമിലൊന്നും ആക്റ്റീവ് അല്ലല്ലോ. ഞാനാണെങ്കിൽ നിന്നെ വെയിറ്റ് ചെയ്ത് നിക്കുവായിരുന്നു. എന്താളിയാ, എന്ത് പറ്റി? വല്ല തിരക്കെങ്ങനെ ആയതുകൊണ്ടാണോ ഗെയിം കളഞ്ഞത്? അല്ലടാളിയാ, തിരക്കായതുകൊണ്ടൊന്നല്ല. എന്റെ അക്കൗണ്ട് ഒരുത്ത മോഷ്ടിച്ചടാ. അതിനുശേഷം ഇപ്പഴാ എന്റെ അക്കൗണ്ട് ഒന്ന് എന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുന്നത്. എന്താളിയാ, അക്കൗണ്ട് മോഷ്ടിച്ചെന്നോ? ആരടവൻ? എടോ, അത് വേറെ ആരല്ലടാ, നിനക്ക് അറിയാവുന്ന ഒരുത്തൻ തന്നെയാ. നീ അന്ന് ടീമിൽ ഒരുത്തനെ പിടിച്ച് കയറ്റിയില്ലേ, ABC റഫറോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരുത്തനെ. അവനാണെങ്കിൽ എനിക്ക് പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ എടുത്തു തരാന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ എന്റെ അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡ് ഒക്കെ കൊടുത്തത്. പക്ഷെ അവനൊരു സ്കാമർ ആയിരുന്നടാ. അവനോ? എടാളിയാ, അവൻ സ്കാമർ ആണെന്നോ? പക്ഷെ അവൻ എന്നോടൊക്കെ നല്ല രീതിയിലാണല്ലോ പെരുമാറാറ്. ആടളിയാ, എന്നോട് നല്ല രീതിയിലൊക്കെയാ പെരുമാറിയ. അതുകൊണ്ടാ വിശ്വസിച്ച് ഞാൻ ഐഡിയും പാസ്വേഡ് ഒക്കെ കൊടുത്തത് അവന്. ആട്ടെ എടാളിയാ, നിനക്ക് അവൻ എങ്ങനെ പരിചയം? നിന്റെ ഫ്രണ്ട് വല്ലതും ആണോ അവൻ? അല്ലടാളിയാ, എനിക്ക് അവനെ മുന്നേ പരിചയമൊന്നുമില്ല. ഞാനൊരു CS പോയപ്പോ അങ്ങനെ അവനെ ഞാൻ കണ്ടു ഫ്രണ്ട് ആക്കുന്നേ. ഓ അത് ശരി, അങ്ങനെയാണോ? എടാളിയാ, എന്തായാലും നീയും കൂടെ ഒന്ന് സൂക്ഷിച്ചിരുന്നോ കേട്ടോ. മിക്കവാറും അവനടുത്ത് നിന്നെ ആയിരിക്കും പറ്റിക്കാൻ നോക്കുന്നേ. പിന്നെ അവനിങ്ങ് വന്നാ മതി, ഞാൻ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അവനൊരു സ്കാമർ ആണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒരിക്കലും ഫ്രണ്ട് ആക്കില്ലായിരുന്നടാ. എടാളിയാ, ക്ഷമിക്കണം കേട്ടോ. സോറി, ഞാൻ കാരണമല്ലേ നിന്റെ അക്കൗണ്ട് സ്കാം ആയി പോയത്. എന്ത് സോറിയോ? എടാളിയാ, സോറി ഒന്നും വേണ്ട. അതിന് നിനക്ക് അറിയത്തൊന്നുമില്ലല്ലോ അവൻ ഒരു സ്കാമർ ആണെന്നുള്ള കാര്യം. എടാളിയാ, അവനൊക്കെ ഇപ്പോഴും നിന്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് തന്നെയാണോ? ആടളിയാ, അവനെ ഞാൻ നേരത്തെ കൂടെ ഓൺലൈനിൽ കണ്ടതേ ഉള്ളൂ. നോക്കട്ടെ, ഓൺലൈനിൽ നോക്കട്ടെ. എന്ന് ഞാൻ ഇപ്പൊ തന്നെ ഇൻവൈറ്റ് അടിക്കുന്നുണ്ട്. എടാളിയാ, അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവനല്ലേ നീ പറഞ്ഞത്? എടാളിയാ, ഇവൻ തന്നെ എന്റെ അക്കൗണ്ട് മോഷ്ടിച്ചത്. എടാ കള്ള, നീ എന്താണ് വിചാരിച്ചേ? എന്റെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ട് അത് കടന്നു കളയാന്നോ? ചങ്ക, എത്രയായി കണ്ടിട്ട്? സുഖല്ലേ ചങ്ക? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ആരുടെ എന്റെ ചങ്കി? നീയൊക്കെ നല്ല അസല് കള്ളനാ. എന്റെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ട് അവനിപ്പോ വന്ന് ഡയലോഗ് അടിക്കുന്നത്. കുറച്ച് നാണന്മാരുണ്ടോടാ? എന്തായാലും നിന്റെ പ്ലാനിംഗ് ഒന്നും നടന്നിട്ടില്ലല്ലോ. നീ എന്താ കരുതിയത്? എന്റെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി വിൽക്കാന്നോ? എന്തായാലും എന്റെ പ്ലാനിംഗ് ഇപ്പൊ മൊത്തം പൊളിഞ്ഞല്ലോ. ഇനി എന്താ അടുത്ത പ്ലാൻ? എടാ റഫറെ, നീ നല്ല ഒരുത്തരാണെന്നാ വിചാരിച്ചേ. നീ എന്തിനാണ് ഇവന്റെ അക്കൗണ്ട് ഒക്കെ സ്കാം ചെയ്തത്? നിനക്ക് സ്വന്തമായിട്ട് നല്ല അക്കൗണ്ട് ഇല്ലേ? പിന്നെന്തിനാ ഇവന്റെ അക്കൗണ്ട് നീ സ്കാം ചെയ്യാനൊക്കെ നിൽക്കുന്നേ? അയ്യേ, ചങ്ക അവൻ പറയുന്നൊക്കെ വിശ്വസിച്ചോ? അതൊക്കെ പച്ച കള്ളമാണ് ചങ്ക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടായിരുന്നു. ആ കാശ് ഉള്ളതുകൊണ്ടാ ഞാൻ ഇവന് പർപ്പിൾ ഷെയ്ഡ് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ ഞാൻ ഒന്ന് കണക്കൂട്ടി നോക്കുമ്പോ എന്റെ ടോപ്പ് പോയുള്ള കാശ് മാത്രമേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചങ്കിനോട് പറഞ്ഞു, ചങ്ക ഞാൻ പിന്നെ ഒരിക്കലും എടുത്തു തരാം, ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല എന്ന്. അതിനാ ചങ്ക് ചൂടായിട്ട് എന്നെ തെറിയൊക്കെ വിളിച്ച് പിന്നെ ഒരു നാടകം ഇവിടെ ഉണ്ടാക്കിയത്. ഞാൻ തെറി വിളിച്ചെന്നോ? നീ എപ്പോഴാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ ഇവൻ പറയുന്നത് വിശ്വസിക്കല്ലേ? ഇവൻ കള്ളാ പറയുന്നേ. പിന്നെ എടാ ചങ്കെ, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല കാശുള്ള കുടുംബത്തിലാ ജനിച്ചത്. അതുകൊണ്ട് നിന്റെ ഈ ഊള അക്കൗണ്ട് ഒന്നും വിറ്റിട്ട് വേണ്ട എനിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എന്തായാലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോ നമുക്ക് തന്നെ അവസാനം അത് പ്രശ്നമായി വരുന്നത്. അങ്ങനെയാണോ കാര്യങ്ങള്?
എന്നിട്ട് ഇവൻ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എങ്ങനെ പറയാനാ, ഞാൻ എടുത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിലല്ലേ ചങ്ക് ഇങ്ങനെ ഒരു നാടകം സൃഷ്ടിച്ചത്. ഒരു പർപ്പിൾ ഷെയ്ഡ് ബണ്ടിലിന് വേണ്ടിട്ട് ഒരാളെ കള്ളനാക്കാൻ വരെ ഇവന് മടിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. എവിടുന്ന് ഒരു അക്കൗണ്ടും ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ആ അക്കൗണ്ട് എടുത്ത് വന്നോളൂ ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എടാ മോനെ, നിനക്ക് ടോപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലടാ, അതിനൊക്കെ കുറച്ച് കാശ് വേണം. എടാ മോനെ, ഈ പൈസക്കും ഡയമണ്ടിനും ഒക്കെ വേണ്ടി നമ്മളോടൊക്കെ ഇറക്കുന്നതിന് പകരം നിനക്ക് ഈ അക്കൗണ്ട് ആരാ വെറുതെ തന്നെ അവരോട് തന്നെ പോയി ചോദിക്കുക കേട്ടോ. ഇതിപ്പോ എററിന്റെ മുന്നിൽ എന്നെ കള്ളനാക്കാൻ നോക്കിയവനല്ലേ നീ? എടാ പോടാ അക്കൗണ്ട് കള്ള. ഞാനൊക്കെ ഈ അക്കൗണ്ട് ഒരുപാട് കാശ് കൊടുത്തിട്ട് വാങ്ങിയതാ, അതും ഞാൻ പണിയെടുത്ത കാശ്. ഞാൻ നിന്നോട് ഇറന്നിട്ടൊന്നും ഇല്ലല്ലോ കാശിന് വേണ്ടിട്ട്. ഞാൻ എനിക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞതല്ലേ. എനിക്ക് ഒറ്റക്ക് പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ എടുക്കാൻ പറ്റൂടാ. നിന്റെ ഒന്നും ഒറ്റ ആഴ്ച എനിക്കില്ല. നീ എന്റെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നല്ലേ. എടാ പോടാ കൊച്ചു ചേർക്ക, എനിക്ക് എന്നോടൊന്നും സംസാരിച്ചിരിക്കാൻ തന്നെ സമയമില്ല. നീ പർപ്പിൾ ഷെയ്ഡ് വലത്തും നിന്നെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റത്തില്ലടാ. അതിന് 2000 ഡയമണ്ട് ഒരുപാട് കാശ് കൊടുത്തിട്ട് വാങ്ങിയതാ, അതും ഞാൻ പണിയെടുത്ത കാശ്. ഞാൻ നിന്നോട് ഇറന്നിട്ടൊന്നും ഇല്ലല്ലോ കാശിന് വേണ്ടിട്ട്. ഞാൻ എനിക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞതല്ലേ. എനിക്ക് ഒറ്റക്ക് പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ എടുക്കാൻ പറ്റൂടാ. നിന്റെ ഒന്നും ഒറ്റ ആഴ്ച എനിക്കില്ല. നീ എന്റെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നല്ലേ. എടാ പോടാ കൊച്ചു ചേർക്ക, എനിക്ക് എന്നോടൊന്നും സംസാരിച്ചിരിക്കാൻ തന്നെ സമയമില്ല. നീ പർപ്പിൾ ഷെയ്ഡ് വലത്തും നിന്നെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റത്തില്ലടാ. അതിന് 2000 ഡയമണ്ടിന് മുകളിൽ വേണം. എന്താടാ വാശിയാണോ? ഞാൻ ആ ബണ്ടിൽ എടുക്കുന്ന പറഞ്ഞാൽ എടുത്തിരിക്കും. എനിക്ക് 2 ദിവസം മാത്രം മതി. നിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ട് നീ മറ്റുള്ളവരെ കളിയാക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ ആദ്യം ഡയലോഗ് അടിക്കാതെ ബണ്ടിലെടുത്ത് കാണിക്കടാ. നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടുന്നതല്ല അത്. അത് നമുക്ക് കാണാം. നീ 3 ദിവസം കഴിഞ്ഞ് എന്റെ ലോബിയിലേക്ക് വാ. അപ്പൊ നിനക്ക് ആ ബണ്ടിലും കാണാം നിന്റെ ഈ കള്ളത്തരങ്ങൾ ഞാൻ പൊളിച്ചു തരുന്നുണ്ട്. ഒന്ന് പോടാ കൊച്ചു ചേർക്ക, എന്ത് കള്ളത്തരങ്ങള് നീ വലത്തും. പിന്നെ ആ ബണ്ടില് അത് നിനക്ക് ഒരിക്കലും കൂട്ടിയാ കൂടാൻ പോകുന്നില്ല. ഇത്രയും കാശില്ല എനിക്ക് പോലും അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് 2000 ഡയമണ്ട് ഒക്കെ പൊട്ടിച്ച് നീ അത് എടുക്കാൻ പോകുന്നത്. എടകള, നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ മതി. നിന്റെ പ്രൈം ലെവൽ എത്രയാണെന്നും എന്റെ പ്രൈം ലെവൽ എത്രയാണെന്നും അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാവും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ടാണ് അവൻ വലിയ ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പൊ നിന്നോട് ഡയലോഗ് അടിക്കാനില്ലടാ. 3 ദിവസം കഴിഞ്ഞ് ഞാൻ പ്രവർത്തിച്ച് കാണിക്കും. അപ്പൊ കാണാം. ഓ ശരിടാ നൂവേ, അങ്ങനെ ആയിക്കോട്ടെ. The next day. രാജൻ ചേട്ടൻ അവിടെ തന്നെ ഉണ്ടല്ലോ. രാജേട്ടാ കൂയ്. തിരക്കാണോ? അലോക്കായിരുന്നോ? എന്താടാ ഈ വഴിക്കൊക്കെ? നീ ഇവിടെ ജോലി നിർത്തി പോയതിനു ശേഷം നിന്നൊന്ന് കാണാറേ ഇല്ലല്ലോ. ആ രാജേട്ടാ, ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ, അങ്ങനെ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റാത്തതാ. പിന്നെ എനിക്കൊരു 3 ദിവസത്തേക്ക് പണി വേണമായിരുന്നു. അത്യാവശ്യം കുറച്ച് കാശിന് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. എന്തൊക്കെ പണി ഉണ്ടാവും രാജേട്ടാ ഇവിടെ? കറക്റ്റ് സമയത്താ എന്തായാലും നീ ഇവിടെ വന്നത്. നമ്മുടെ ഒരു പണിക്കാരൻ ഇപ്പൊ നാട്ടിൽ പോയിരിക്കുവാ. അതുകൊണ്ട് ഒരാൾ എന്തായാലും ഒരു 5 ദിവസത്തേക്ക് ആവശ്യമുണ്ടടാ. ആട്ടെ, നീ ഇന്ന് മുതൽ തന്നെ കേറുന്നോ? എന്നാ അത്രയും നല്ലത്. കൊറേ പണി പെൻഡിങ് ഉണ്ടടാ. ആണോ? എന്നാ ഓക്കെ മുതലാളി, ഞാൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. എന്നാ പിന്നെ ആ ലോറിയിൽ പണി തുടങ്ങിക്കോ. അത് നാളെ കൊടുക്കേണ്ടതാ. ഓക്കെ മുതലാളി. நாளை என்றும் நம் கையில் இல்லை, நாம் யாவும் தேவன் கை பொம்மைகளே. என்றால் கூட போராடு நண்பா, என்றைக்கும் தோற்காது உண்மைகளே. അമ്പോ, അങ്ങനെ എന്റെ കയ്യിലുള്ള അവസാനത്തെ ക്യാഷിന് ഞാൻ ടോപ്പ് അപ്പ് ചെയ്തു. ഇതിലെന്തായാലും ആ പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ എനിക്ക് കിട്ടും. ഇവന്റെ എവിടെ? പെട്ടെന്ന് ഇവന്റെ എടുക്കട്ടെ. ഞാൻ എന്തായാലും കുറെ ടോക്കൺ കറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും കുറച്ച് ടോക്കണും കൂടെ വേണ്ടു. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാ ഈ ബണ്ടിൽ അങ്ങ് സ്വന്തമാവും. എന്റെ മോനെ, എന്തൊരു ലുക്കാ ഈ ഒരു ബണ്ടില്. എന്തായാലും ഏതാനും നിമിഷത്തിനകം ഈ ഒരു ബണ്ടിൽ എന്റെ കയ്യിൽ ഒന്ന് ചേരാൻ പോവാ. എന്നാ പിന്നെ എന്തോ നോക്കാനാ, ദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ച് 90ന് സ്പിന്ന് തന്നെ ആദ്യം അങ്ങോട്ട് ചെയ്യാം. ഈശ്വര, ഒരു 10ൽ കൂടുതൽ ടോക്കണെങ്കിലും കിട്ടണേ. ചേടാ 10ലൊന്നും പോയി നിൽക്കുന്നേ ഇല്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ചേടാ 7 ടോക്കൺ മാത്രാ കിട്ടിയത്. എന്തോ പറയണോ നോക്കണേ. ഈ ഗരൻ എന്തൊരു ഉടായിപ്പാ. എന്നാ പിന്നെ അടുത്ത സ്പിൻ ചെയ്യട്ടെ. ഈ സ്പിന്നിൽ കിട്ടുന്ന ടോക്കണും കൂടെ ആയാല് ആ ഒരു ബണ്ടിൽ ഇപ്പൊ എടുക്കാൻ പറ്റുന്ന തോന്നുന്നേ. എന്റെ ഗരേന ദൈവങ്ങളെ, ഇതിലെങ്കിലും കുറച്ച് കൂടുതൽ ടോക്കൺ തരണേ. എന്നെ വീണ്ടും എന്നെ കൊണ്ട് ടോപ്പ് ചെയ്യിപ്പിക്കല്ലേ. ഒരു 90ന് സ്പിൻ ഞാൻ അങ്ങോട്ട് ചെയ്യട്ടെ. ഇതിൽ മോശമില്ലാത്തൊരു ടോക്കൺ കിട്ടിയാ മതിയായിരുന്നു. ഗരേന ഒരു 10 ടോക്കണെങ്കിലും തന്നാ മതി. എന്റെ വിഷയം അങ്ങനെ ടോക്കൺ ആയല്ലോ. ഇനി ആ ബണ്ടിലൊന്നും എടുക്കട്ടെ ഞാൻ. എന്റെ മോനെ, അങ്ങനെ ഫൈനലി 253 ടോക്കൺ ആയല്ലോ. നമ്മുടെ ബണ്ടിലിന് 250 ടോക്കൺ മാത്രമേ വേണ്ടൂ. എന്റെ മോനെ, വിഷയാണല്ലോ. ഇനി എന്തോ നോക്കാനാ, ആ ബണ്ടിൽ അങ്ങോട്ട് വാങ്ങട്ടെ പെട്ടെന്ന്. എക്സ്ചേഞ്ച് കൺഫേം കൊടുത്ത്. എന്റെ മോനെ, വിഷയം. ഇതൊക്കെ ഒരു സ്വപ്നം പോലെയുണ്ട്. ഞാൻ എത്ര ആഗ്രഹിച്ച ബണ്ടിലാണെന്ന് അറിയോ ഈ ഒരു ബണ്ടിൽ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ, എന്റെ സ്റ്റോറി ഇടേണ്ടതാ. അമ്പോ വിഷയം. എന്തായാലും ഓക്കെ കൊടുക്കട്ടെ. എന്നിട്ട് ഫുൾ ബണ്ടിലൊന്ന് എക്യൂപ്പ് ആക്കണം. എത്ര നാളത്തെ ആഗ്രഹം ഈ ഒരു ബണ്ടിലിട്ട് കളിക്കണം എന്നൊക്കെ ഉള്ളത്. 15 minutes later. നീ ആ ബണ്ടിലെടുത്തോ? എന്റെ മോനെ,
വിഷയ ഹെയർ ആണല്ലോ. ഏടാളിയാ ഇത് കൊള്ളാം കേട്ടോ. ഏടാളിയാ എവിടുന്നാണ് ഇത്രയൊക്കെ കാശ്? നല്ല ഡയമണ്ട് പൊട്ടി കാണുമല്ലോ. ആടാളിയാ ഞാൻ 3 ദിവസം പണിക്ക് പോയടാ, ആ കാശിനാ എടുത്തത്. എന്റെ മോനെ ഏടാളിയാ എന്തായാലും എത്ര കാശ് പൊട്ടിയാലും നല്ല വെറുത്താണടാ ഇത്. നല്ല അടിപൊളി ഹെയർ ആണ് കേട്ടോ. ഇങ്ങനെ ലോബിയിലൊക്കെ വരുമ്പോ നല്ല രസമുണ്ടടാ. എടാളിയാ എന്തായാലും നീ അവനെ വിളിക്കടാ, റഫറിനെ. അവൻ കുറെ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് പോയതല്ലേ. അത് മാത്രമല്ല അവന്റെ കള്ളത്തരം ഇന്ന് എനിക്ക് പൊളിക്കേണ്ടതാ. അത് ശരിയാ, അവന്റെ കള്ളത്തരം ഇപ്പൊ തന്നെ പൊളിഞ്ഞല്ലോ. നീ ആ പ്രൂഫ് മൊത്തം എനിക്ക് അയച്ചു തന്നായിരുന്നല്ലോ. ഏടാളിയാ നീ പ്രൂഫ് അയച്ചില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ നീ പറയുന്നതൊക്കെ കള്ളാണെന്ന് ഞാൻ വിചാരിച്ചേനെ. കാരണം ഇതിനിടയ്ക്ക് അവൻ നമ്മുടെ ലോബിയിൽ വന്നിട്ട് എന്നെ എത്ര നല്ല രീതിയിലാ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ നീ അയച്ച പ്രൂഫ് കാണുമ്പോഴാ എനിക്ക് മനസ്സിലായത് അവൻ എത്രത്തോളം കള്ളനാണെന്നുള്ളത്. ആടാളിയാ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ അവൻ മിടുക്കനാ. അതുകൊണ്ടാ ഞാൻ നിനക്ക് ആ പ്രൂഫ് തന്നെ അയച്ചു തന്നത്. അവൻ മെസ്സേജ് അയച്ചതും എന്റെ അക്കൗണ്ട് വലിച്ചതിന്റെയും മൊത്തം ഡേറ്റ് സെയിം അല്ലേ, നീ നോക്കിയതല്ലേ? ആടാളിയാ അതൊക്കെ ഞാൻ നോക്കിയതാ, എല്ലാം സെയിമാ. അവൻ എന്തായാലും ഇങ്ങനെ വിട്ടാ പോടാ, നല്ല ഒന്ന് കൊടുക്കണം അവന്. ആടാളിയാ കൊടുക്കടാ, നല്ല രീതിയിൽ കൊടുക്കാം. നീ എന്തിനാ അവനെ ടീമിലേക്ക് വിളിക്ക്. ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാ. വന്ന് അറേ റഫർ ബായ്, എന്തുണ്ട് സുഖാണോ? ബായ് എന്തോ പറഞ്ഞായിരുന്നു, എന്തോ പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ എടുക്കാൻ പറ്റില്ലെന്നോ എന്തോ പറഞ്ഞായിരുന്നു, എനിക്കത് ഓർമ്മയില്ല. എന്താ ഓ അവസാനം എറന്ന് ബണ്ടിലെടുത്തോ? എത്ര ആളെടുത്ത് ചോദിച്ചിട്ടാടാ കാശ് കിട്ടിയത്? എത്ര ആളാ തന്നത് എനിക്ക്? ഒന്ന് പോടാ കള്ള, അതിന് നീയല്ല ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തുണ്ടാക്കിയ കാശിനാ ടോപ്പ് അപ്പ് ചെയ്തത്. എന്തോ പറഞ്ഞായിരുന്നില്ലേ നീ വലിയ പണക്കാരനാണെന്നോ, നമ്മളെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തേ നീ എന്താ എടുക്കാത്തെ? ഞാൻ ബണ്ടിലെടുത്തു കേട്ടോ. നിനക്ക് ഡയലോഗ് അടിക്ക് മാത്രം ഒരു കുറവില്ലായിരുന്നല്ലോ. എടാളിയാ ബാക്കി ഞാൻ പറയാടാ. എടാ റഫറെ നീ ചെയ്ത കള്ളത്തരൊക്കെ മൊത്തം പൊളിഞ്ഞു കേട്ടോ. നീ എന്തൊക്കെ പറഞ്ഞിട്ടാ വിശ്വസിപ്പിച്ച എന്നെ? ഇവൻ മൊത്തം പ്രൂഫ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇവന്റെ അക്കൗണ്ട് നീ സ്കാം ചെയ്ത് മൊത്തം കാര്യങ്ങളും. ഇനി നീ ഇവിടെ കിടന്ന് അധികം നാടകം കളിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ആടെ നൂബുകളെ ഞാൻ തന്നെയാണ് സ്കാം ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ? ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. 2 നൂബുകൾ വന്നേക്കുന്നു. ഇതൊക്കെ ഞാൻ ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, വർഷങ്ങളായി. എടാ അക്കൗണ്ടുകളാ, നീ ആദ്യം സ്വന്തമായിട്ട് പണിയെടുത്ത് കാശ് ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ മറ്റുള്ളവരുടെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ടില്ല കാശ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് അവൻ എളിഞ്ഞു നിന്ന് പറയുന്നു ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല പോലും. കുറച്ച് ഉളുപ്പുണ്ടോടാ ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് തന്നെ. എടാ കാട്ടിനൂബേ, നിനക്കിതിൽ ഡയലോഗ് അടിക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ല. ഇതിനിടയ്ക്ക് എവിടുന്നോ അവനൊരു അക്കൗണ്ട് പൊക്കിയിട്ട് വന്നിട്ട് ഡയലോഗ്. നിനക്കൊക്കെ ഈ പണിക്കോയി കാശുണ്ടാക്കി ടോപ്പ് അപ്പ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂടാ. നിനക്കൊന്നും കളിക്കാനാവത്തില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീ നേർക്ക് നേരെ വാ, അതും 1v1 കസ്റ്റം. ഓ അതിനെന്താടാ, കളിക്കാലോ. നീ വാ, നമുക്ക് സെറ്റാക്കാം. ഡയലോഗ് അടിക്കാണ്ട് പോയിട്ട് റൂം റിയറ്റ് ആക്കടാ നൂബേ. ഓ അങ്ങനെ ആയിക്കോട്ടെ. അവിടെ അമ്പെയ്ത്തു അടിയാന്റെ കാലുവാരലിടി മിന്നലകം വടിയാല പണിയിച്ചിറക്കും തങ്ക കമ്മലിന്റെ തിളക്കത്തിൽ വരുന്ന വചന മുത്തുമാല. എന്റെ വാക്കില് വസന്തം പറക്കും മലർക്കിളികൾ, നാക്കില് മരന്തം റാപ്പിനലയലികൾ. ജയിച്ചു വരുമ്പോ നോക്കിൽ കഴുത്തുന്നവരുടെ മുഖത്ത് നിന്നുമായുന്നു വിളികൾ. യാതനയെ പഴിക്കാതെ ദണ്ണപ്പെട്ടിട്ടുണ്ട്, വിളിക്കാത്ത കല്യാണത്തിന് എന്നെ മുണ്ടിട്ടുണ്ട്. അമ്മ ബാക്കി വന്ന വറ്റിനെണ്ണം ഇട്ടിട്ടുണ്ട്, അന്ന് മേലെ താരങ്ങളെ എല്ലാം മുന്നമിട്ടിട്ടുണ്ട്. വശയോടെ ആശ നിറവേറ്റി പലതരം വികാര തള്ളിച്ചകൾക്കില്ല ജ്വരം. 1 തരം 2 തരം നല്ല വില ഫെജവത്തിലെല്ലാം ഉറപ്പിച്ച 3 തരം. ഞാൻ അണിയിച്ചൊരുക്കും പദസമ്പത്തിന്റെ കലവറ, റാപ്പ് കൊട്ടാരം എന്റെ വായവി നിലവറ. സ്നേഹം കൊതിക്കും ഹൃദയത്തിനെന്റെ 4 നിലനിൽപ്പിന്റെ അന്നം നീ തരുന്നുണ്ടല്ലോ അത് പറയാലിന്റെ കുനയിലെ മാണിക്യമിനം. ആരൊപ്പമില്ലെങ്കിലും വരുമൊരു ദിനം, ആയുധമെടുത്ത ഞാൻ തുടങ്ങുന്നു വേണമേ. എന്തായാലും അവന്റെ അക്കൗണ്ട് ഞാൻ ഇങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. എന്തായാലും കുറച്ചാളെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാം. അതുവരെ ഒന്ന് പേടിക്കട്ടെ. സ്വന്തം അക്കൗണ്ട് പോകുമ്പോൾ വിഷം